ശ്രീ രാഹുൽ ഈശ്വർ ഇദ്ദേഹത്തെ മലയാളികൾക്ക് പ്രത്യേക ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ചാനൽ ചർച്ചകളിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്നു മറ്റുള്ളവരെ വളരെ ഡിപ്ലോമാറ്റിക്കായി ഹാൻഡിൽ ചെയ്ത് RSSനെ വ്യക്തമായി വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ചില ആളുകൾക്ക് ഇദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ അടുത്തിടെ നടന്ന ചാനൽ ചർച്ചയിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ശ്രീ വിനു, 3 കാര്യങ്ങൾ. ഒന്ന്, ഈ സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞ കേൾക്കാമല്ലോ അല്ലെ? സഖാവ് കൃഷ്ണപിള്ള കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയുന്നുണ്ട് ഈ ചീത്ത നായർ മുതുകത്തടിക്കും, നല്ല നായർ അമ്പലം മണിയടിക്കും. ഒരുപക്ഷെ സഖാവ് കൃഷ്ണപിള്ള ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു ചീത്ത നായർ മുസ്ലിമിനെ അടിക്കും, നല്ല നായർ മുസ്ലിമിന് വേണ്ടി തിരിച്ചടിക്കുമെന്ന്. അതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ വളരെ ലളിതമായ ഇതിവൃത്തം. 24 വെട്ടല്ല 250 വെടിയേറ്റാലും എമ്പുരാൻ ഇല്ലാതാവില്ല. കാര്യം എമ്പുരാൻ ഈ നാടിനെ കാർന്നു തിന്നുന്ന ഇസ്ലാമോഫോബിയ എന്ന ക്യാൻസറിനെതിരെയുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ധൈര്യത്തിനുള്ള ഒരു ഓസ്കാർ കൊടുക്കണം. സഖാവ് കൃഷ്ണപിള്ളയോടുള്ള അമിതമായ സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അദ്ദേഹം ചർച്ചയിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങിയത്. അപ്പോൾ സിനിമയുടെ ഇതിവൃത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നല്ല നായർ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ചീത്ത നായർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കും. 24 വെട്ടല്ല 250 വെടി കൊണ്ടാലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. സമ്മതിച്ചു, കോടികൾ മുടക്കി മലയാള സിനിമയെ ഒരു ലോകോത്തര സിനിമയോട് കിടപിടിക്കുന്ന ഒരു രൂപത്തിൽ അണിയിച്ചൊരുക്കി മലയാളികൾക്ക് മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാനെത്തിയ, ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനെത്തിയ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഇടനെഞ്ചിലേക്ക് മൂർച്ചയുള്ള ഒരു കടാരവ് തീർക്കുന്നത് പോലെയാണ് ഈ സിനിമയിലെ 24 കട്ട് എന്ന് നിങ്ങൾ എന്തേ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് പ്രേക്ഷകരായ ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഈ നാടിനെ കാർന്നു തിന്നുന്ന ഇസ്ലാമോഫോബിയ എന്ന ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത്? ക്യാൻസർ എന്താണെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ അത് നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ്, ആരാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കേൾക്കേണ്ട ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ആ ക്യാൻസറിനെ കുറിച്ച് നിങ്ങളൊന്ന് പരാമർശിക്കണം. എന്നാൽ അത് പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങളിൽ ഒരു ബാലൻസ് കൊണ്ടുവരായിരുന്നു. ഉദാഹരണം, ഈ ഡാം തകർത്ത് 2 ജില്ലകളെ മുക്കിക്കളയെന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായിപ്പോയി. അതൊന്നും ശരിയല്ല. ഇതാണ് നമ്മുടെ മഹാമനസ്കനായ രാഹുൽ ഈശ്വറിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഈ സിനിമയിലെ ഒരു പാർട്ട്. അതായത് കേരളത്തിലെ ഒരു ഡാം തകർത്ത് 2 ജില്ലകളെ നശിപ്പിക്കാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപത്തിന് കോപ്പ് കൂട്ടിയ ബാബ ബജ്രംഗി എന്ന മനുഷ്യനെ നിങ്ങൾ ഉപയോഗിച്ചു. രാഹുലേ, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു റയോട്ട്സിന് നേതൃത്വം നൽകിയ ആളാണ് ബാബ ബജ്രംഗി. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഡാം പൊട്ടിച്ച് 2 ജില്ലയെ തകർക്കാം എന്ന ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് യാതൊരുവിധ മനസ്താപവും ഇല്ലാതെ, യാതൊരുവിധ വിഷമവും ഇല്ലാതെ അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകും. കാരണം തെഹൽക്കയോട് നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അയാൾ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളെ അതിനുശേഷം യാതൊരുവിധ മനസാക്ഷി കുത്തുമില്ലാതെ വളരെ വികൃതമായ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന ഒരു കൊലപാതകിയാണ് ബാബ ബജ്രംഗി എന്ന് പറയുന്ന അയാൾക്ക് ഈ രാജ്യത്തെ തന്നെ ഈ രാജ്യത്തുള്ള ആളുകളെ കൊല്ലുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഹരമായി കൊണ്ടു നടക്കുന്നയാൾ. അങ്ങനത്തെ ഒരാളെ ഇങ്ങനെ ഒരു സീനെ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. ആ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അങ്ങോട്ട് മാറി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എമ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിച്ചതുപോലെ തന്നെ ഗോദ്ര ട്രെയിൻ ബേണിങ്ങും കൂടി കാണിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അവിടെ ഒരു ഈക്വാലിറ്റി വേർഷമാണ്. 2 ഭാഗത്തുള്ള അക്രമകാരികളെ അവിടെ കാണിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, ഇതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് റയോട്ട്സും അതുപോലെ തന്നെ ഗോദ്ര ട്രെയിൻ ബേണിങ്ങിനെ കുറിച്ചിട്ടും ഇറങ്ങുന്ന ആദ്യത്തെ സിനിമയല്ല എമ്പുരാൻ. ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ 2013 ഇറങ്ങിയ ഒരു സുശാന്ത് രാജ്പുത് സിംഗിൻ്റെ ഒരു മൂവി ഉണ്ട്, കായ്പോച്ചെ എന്നാണ് ആ മൂവിയുടെ പേര്. ആ മൂവി ഒന്ന് കാണണം. അതിൽ പറയുന്നുണ്ട് ഈ ഗോദ്ര ട്രെയിൻ ബേണിങ്ങിനെ കുറിച്ചും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും. ആ സിനിമയിൽ ഗോദ്ര ട്രെയിൻ ബേൺ ഉണ്ടാക്കിയ ആളുകളെ, ക്രിയേറ്റ് ചെയ്ത ആളുകളെ വ്യക്തമായി പറയുന്നുണ്ട്. ആരാണ് അത് ഉണ്ടാക്കിയത്, എന്താണ് അത് ഉണ്ടാവാനുള്ള കാരണം, അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയ ലാഭം എന്താണ്, അതുകൊണ്ട് ആരൊക്കെ ഇന്ന് അധികാരം കൈയാളുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ആ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ആ സിനിമ റിലീസായതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ സിനിമയ്ക്കെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായ സമരങ്ങളിലെല്ലാം തന്നെ ആ സിനിമ നിരോധിക്കണമെന്നും ആ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. ആ സിനിമ ഏതെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ തിയേറ്ററുകൾ കത്തിക്കുമെന്ന് RSS ഭീഷണി മുഴക്കി.
പക്ഷേ ഗുജറാത്തിൻ്റെ മണ്ണുകളിൽ തന്നെ ആ സിനിമ പ്രദർശിപ്പിച്ചു. കാരണം അതിൻ്റെ സംവിധായകൻ്റെ പേര് അഭിഷേക് കപൂർ എന്നായിരുന്നു. അയാളെടുത്ത സ്റ്റാൻഡ് ആ സിനിമ അതിൻ്റെ അവസാനം വരെ എല്ലാ തിയേറ്ററുകളിലും ഓടാനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അയാൾ സ്വീകരിക്കാനും തയ്യാറായി. അതിന് അയാൾ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഈ സിനിമ ഞാൻ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ട ഒരു സുഹൃത്ത് ബന്ധത്തിനെക്കുറിച്ചും മുസ്ലിം ഹിന്ദു സാഹോദര്യത്തിനെക്കുറിച്ചും, ആ മുസ്ലിം ഹിന്ദു സാഹോദര്യത്തിനെ ആരാണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് എന്തിൻ്റെ പേരിലാണ്, എങ്ങനെയാണ് അവർ അത് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കുള്ള ഉദ്ദേശം എന്താണ് എന്നതാണ് ഞാൻ ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഷേക് കപൂർ അതിനെതിരെ പ്രതികരിച്ചത്. എന്ന് മാത്രമല്ല, ആ സിനിമയിൽ അഭിനയിച്ച സുശാന്ത് സിംഗ് രാജ്പുട്ട് അടക്കമുള്ള അഭിനേതാക്കളും ആ സിനിമയുടെ ഡയറക്ടറും സംവിധായകന്മാരും ആരും തന്നെ ഒരു ക്ഷമാപണത്തിനോ ഒരു അപ്പോളജൈസ് ചെയ്യാനോ തയ്യാറായിരുന്നില്ല. കാരണം അവരുണ്ടാക്കിയത് ഒരു സിനിമയാണ്. ആ സിനിമയിലൂടെ അവർ പറയാൻ ശ്രമിച്ച കഥകൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവർ വളരെ ധൈര്യപൂർവ്വം തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കോടികൾ മുടക്കി ഒരു സിനിമ ഇറക്കിയാൽ മാത്രം പോരാ, ആ സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആംബിയൻസും കൂടി ഉണ്ടാവണം, ആരാണെങ്കിലും. എന്നിരുന്നാലും ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഏകദേശം 25 വർഷക്കാലോളമായ 1/4 നൂറ്റാണ്ടോളമായ ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ജനങ്ങളോട് ഒരിക്കൽ കൂടി പറയാനും, ഇങ്ങനെയൊരു വർഗീയവാദികൾ നമ്മുടെ രാജ്യത്തുണ്ട്, അവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അവരിനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അവർ പല രൂപത്തിലും നമുക്കിടയിലേക്ക് വരും, അതിനെ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിറക്കിയ ഈ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ ഈ 24 അല്ല 250 കട്ട് വന്നാലും ആ സിനിമ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അത് ചർച്ച ചെയ്യപ്പെടട്ടെ, ചാനൽ ചർച്ചയിൽ വിവാദങ്ങൾ കൊടുക്കട്ടെ, അതിലെ അക്രമകാരികളായിട്ടുള്ള ആളുകളെ പൊതുമധ്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നതുവരെ ആ ചർച്ചകൾ ഉയരട്ടെ.